ഹായ്, കേൾട്ടൻ ഇടവണ്ണക്കാരനാണ്. ഇന്ന് നമ്മളുള്ളത് EMEA കോളേജ് കൊണ്ടോട്ടി. അവിടെ കലാമ സീസോൺ കലോത്സവം 2025 19 മുതൽ 23 തീയതി വരെ 5 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 138 കോളേജുകളിൽ നിന്നായി 4238 മത്സരാർത്ഥികൾ, അതിൽ 6 വേദികൾ, 106 ഇനം പരിപാടികൾ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 ദിവസങ്ങളിലായി പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന ഒരു അടിപൊളി കലോത്സവമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ 3 ദിവസങ്ങളിലായി ഞാനും കലോത്സവം കാണാൻ വേണ്ടി ഇവിടെ പോയിരുന്നു. 138 കോളേജുകളിലെ വിദ്യാർത്ഥികളും വളരെ വാശിയോടെയാണ് ഓരോ മത്സരവും കാഴ്ചവെച്ചത്. ഉച്ച ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് തണുപ്പിക്കാമെന്ന് കരുതി പോയപ്പോഴാണ് കബാബ് റോളും മുഹബത്ത് കാ സർബത്തും അവിടെ കണ്ടത്. അത് വാങ്ങിക്കഴിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സർബത്ത് കബാബും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി രാത്രി വരാമെന്ന് കരുതി വീണ്ടും രാത്രി പരിപാടി കാണാൻ വേണ്ടി അവിടെ എത്തി. ഒപ്പന നടക്കുന്ന സ്റ്റേജിൻ്റെ മുമ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫാമിലി ഒപ്പന കാണാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കടന്നു വന്നൊരു കൂട്ടം 139 പോയിന്റുമായി കൊണ്ടരുടായി ചന്ദ്രൻ വന്നതിനാ മന്ദാരപ്പൂവിന്ദരായി ജീവിസുലൈകനാ മന്ദിര തട്ടുകളാ മന്ദിര കാന്തി വിടർത്തും സുന്ദരി മന്ദാരത്തികമാ സന്തോഷം നിറവായി അനുരാഗിയതാവാങ്ങിടും അനുഭൂതി. കിട്ടുകൊണ്ട് പിന്നെ അച്ഛനുള്ള ഭക്ഷണം കൊടുത്തോണ്ട് വന്നിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകാനുള്ളതാണ്. ശരി, അതന്നെ ഞാൻ നല്ല ഇറങ്ങട്ടെ. കാക്ക വല്ലതും ഉണ്ടോന്നാവോ? അതെ, ബാഗ് വിളിക്ക എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പുറകിന് വിളിക്കരുത്. എന്താ ഒരു ബാഗ്?
ബുദ്ധിമുട്ടി തുടങ്ങുമ്പോഴേക്കും ഇപ്പോഴോ പിന്നെ കാണാത്ത നോമ്പര കൂടലൂതി തുടങ്ങുക. രാവിലെ മുതൽ തുടങ്ങിയതാ മനവിചാരങ്ങള് ഈ കുടലൂത്ത്. കോൽക്കളി മത്സരമൊക്കെ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നല്ല വാശിയേറിയ മത്സരമാണ് കാഴ്ചവെച്ചത് മത്സരാർത്ഥികൾ. അഷ്റഫുൽ മഖ്ലൂഖായുള്ള നൂറേ അഹ്മദായ മുഹമ്മദ് റസൂലേ അഹ്മദായ മുഹമ്മദ് റസൂലേ. വിജയികൾക്കുള്ള ട്രോഫികളെല്ലാം അങ്ങനെ റെഡിയായി വെച്ചിട്ടുണ്ട്. അല്പനിമിഷത്തിനകം വിജയികളെ പ്രഖ്യാപിക്കാൻ പോവാണ്. അങ്ങനെ രാത്രി 2 മണിവരെ നീണ്ടുനിന്ന സമാപന പരിപാടി വിജയികളെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് MES മമ്പാടാണ്. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. മൂന്നാം സ്ഥാനം PSMO തിരൂരങ്ങാടി. നാലാം സ്ഥാനം PMEA കോളേജ് കൊണ്ടോട്ടിയാണ് കരസ്ഥമാക്കിയത്. കലാമ സീസൺ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂട്ടുക. ഓക്കെ, താങ്ക് യു.